ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ നേഴ്സ്കിൻ യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ പ്രത്യേകിച്ച് തുടക്കക്കാർക്ക് വേണ്ടിയാണ്. അതായത് ഒരു നേഴ്സിംഗ് എക്സാം എങ്ങനെ അറ്റൻഡ് ചെയ്യാം എന്നുള്ള ഒരു ഇപ്പോൾ കോഴ്സ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇറങ്ങിയ BSc നേഴ്സിംഗ് അല്ലെങ്കിൽ GNM കഴിഞ്ഞ് ഇറങ്ങിയ ആളുകൾക്ക് വേണ്ടിയാണ് പ്രധാനമായിട്ടുള്ളത്. അല്ലാത്തവർക്കും ഇപ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആണ്, കുറേ എക്സാമൊക്കെ എഴുതി കുറേ ലിസ്റ്റിലൊക്കെ വന്നു, ജോലി കിട്ടാൻ സാധ്യതയുണ്ട്, അങ്ങനെയുള്ളവരും കാണാം. ഇപ്പോൾ വരുന്ന നോർസെറ്റ് എക്സാം സെപ്റ്റംബർ 12-നാണ് അതിൻ്റെ പ്രിലിമിനറി എക്സാം നടക്കുന്നത്. ഇപ്പോൾ സെപ്റ്റംബർ 30-നാണ് തോന്നുന്നത് അതിൻ്റെ ഫൈനൽ എക്സാം നടക്കുന്നത്. അങ്ങനെ 2 ഘട്ടങ്ങളിലായിട്ടാണ് എയിംസ് എക്സാം നടക്കുന്നത്. അതായത് ഇപ്പോൾ കറക്റ്റ് നോക്കുകയാണെങ്കിൽ ജൂലൈ ഓഗസ്റ്റ് 2 മാസം നിങ്ങളുടെ മുന്നിലുണ്ട്. അതായത് നോർസെറ്റ് എക്സാമിൻ്റെ കാര്യമാണ് പറയുന്നത്. നോർസെറ്റ് 11 DHS എക്സാമും ഉടനെ വിളിക്കും, ഈ വർഷം തന്നെ വിളിക്കും. അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും, നിങ്ങൾക്ക് അതിൻ്റെ എക്സാം എഴുതാം, ഷോർട്ട് ലിസ്റ്റ് വരും, പിന്നെ റാങ്ക് ലിസ്റ്റ് വരും. ഉയർന്ന റാങ്ക് ലിസ്റ്റ് കിട്ടിയവർക്ക് ജോലി ലഭിക്കും. അപ്പം അങ്ങനെയാണ് ആ രീതിയിൽ പോകുന്നത്. അപ്പം ഞാൻ ഈ പ്രധാനമായിട്ടും എയിംസിൻ്റെ എങ്ങനെ പഠിക്കാം, ഏത് ബുക്ക് നോക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. ഞാൻ പഠിച്ച രീതി പണ്ടത്തെ രീതിയല്ല, ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. എങ്കിലും ഞാൻ പഠിപ്പിക്കുന്ന രീതി, നമ്മുടെ ക്ലാസ്സുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് നേഴ്സ്കിൻ ആപ്പിൽ. ഞാൻ മാത്രമല്ല, കുറേ ടീച്ചേഴ്സ് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യാം. DHS-ഉം എയിംസിൻ്റെയും ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ എയിംസിൻ്റെ കാര്യം ഞാൻ ആദ്യം പറയാം. എയിംസിൻ്റെ എക്സാം നടക്കുന്നത് 2 പാറ്റേൺ ആയിട്ടാണ്. പ്രിലിമിനറി ഉണ്ട്, അതുപോലെ ഫൈനൽ എക്സാം ഉണ്ട്. പ്രിലിമിനറിയിൽ എന്ന് പറഞ്ഞാൽ 100 ക്വസ്റ്റ്യൻ ആണ്. 100 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 100 മാർക്ക് വീതമാണ്. അതിനകത്ത് 20 മാർക്ക് ജനറൽ നോളജ് ആൻഡ് അരിത്മെറ്റിക്സ് ആൻഡ് റീസണിങ് ആണ് 20 മാർക്കിന് വരുന്നത്. 80 മാർക്കിന് നഴ്സിംഗ് സിലബസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരു മാർക്കിനുള്ള 100 ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 20 മാർക്ക് ജനറൽ നോളജും അതുപോലെ 80 മാർക്ക് നഴ്സിംഗ് എന്നുള്ള MCQ ആണ് വരുന്നത്. അങ്ങനെ നെഗറ്റീവ് മാർക്കിംഗ് കൊണ്ട് 1/3 നെഗറ്റീവ് മാർക്കിംഗ് അവിടെ കട്ടാവുന്നുണ്ട്. പിന്നെ ഫൈനൽ എക്സാം വന്നു കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. കാരണം അതിനകത്ത് ഞാൻ എങ്ങനെ പഠിക്കണം, ഏത് രീതിയിൽ ഞാൻ ക്ലാസ് എടുക്കുന്നു തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മുടെ നേഴ്സ്കിൻ ആപ്പിലുള്ള ക്ലാസ്സുകളെ കുറിച്ചും പറയുന്നുണ്ട്. ഇപ്പോൾ ഫൈനൽ എക്സാം നോർസെറ്റ് എന്ന് പറഞ്ഞാൽ 180 മിനിറ്റ് ആണ്. അതിനകത്ത് 160 ക്വസ്റ്റ്യൻ, 160 മാർക്കിന് നേഴ്സിംഗ് ആണ്. അതാണ് ഫൈനൽ എക്സാം. ഇപ്പോൾ 2 സ്റ്റേജുകളായിട്ടാണ് നടക്കുന്നത്. നെഗറ്റീവ് മാർക്കുണ്ട്, 1/3 നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അതുപോലെ ക്വസ്റ്റ്യൻ സെക്കൻഡറി എക്സാം 4 ഘട്ടങ്ങളായിട്ട് തരംതിരിക്കും. ഒരു 45 മിനിറ്റുള്ള 40 ക്വസ്റ്റ്യൻ വെച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ഏത് രീതിയിൽ പഠിക്കാം എന്നുള്ളതാണ്. നിങ്ങൾ കാത്തിരിക്കുന്നതെന്ന് എനിക്കറിയാം. അപ്പം ഞാനിവിടെ എപ്പോഴും അറിയാറുള്ളത് ഈ PR യാദവിൻ്റെ ഈ ബുക്ക്, 2 വോളിയം ബുക്ക്. നോർസെറ്റ് ആണെങ്കിൽ ഒരു ബുക്ക് കൂടെ ഉണ്ട്, അതിൻ്റെ അരിത്മെറ്റിക് ആൻഡ് റീസണിങ്ങിൻ്റെ ഒരു ബുക്ക് കൂടെ ഉണ്ട്. പ്രധാനമായിട്ടും 3 ബുക്ക്. ഈ ബുക്ക് ഇത് തലതിരിഞ്ഞായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കാണുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ ക്ലാസ് എടുക്കുന്ന കാര്യം, നമ്മൾ ക്ലാസ് എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഞാനിവിടെ ഇങ്ങനെ വരച്ച ഒരു മഞ്ഞ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ അതിനിടയിൽ ചെറുതായിട്ട് നോട്ട് ചെയ്തിരിക്കുന്നു, പേന കൊണ്ട് നോട്ട് ചെയ്തിരിക്കുന്നു. നിങ്ങൾ ആദ്യം തിയറി ഒന്ന് പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ 1 മാസം നമുക്ക് 2 മാസം സമയമുണ്ടെങ്കിൽ 1 മാസം ഫുള്ള് നിങ്ങൾ തിയറി പഠിക്കുക. തിയറി നിങ്ങൾക്ക് തറവാകുക എന്നുള്ളതാണ്. അതായത് എല്ലാം വലിച്ചു വാരി പഠിക്കേണ്ട. ഇപ്പോൾ ഇത്രയും വലിയൊരു ബുക്കാണ്, ഈ ബുക്കിന് മൊത്തം നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ പഠിച്ചു വരുമ്പോൾ ഏകദേശം ഇത്ര മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് നിങ്ങളിത് മുഴുവൻ തലയിൽ കയറ്റണ്ട എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളത് അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക. ഇപ്പോൾ അനാട്ടമി എടുക്കുകയാണെങ്കിൽ അതിനകത്ത് കുറച്ച് ഇപ്പോൾ ഹാർട്ടിനാണെങ്കിലും നെർവസ് സിസ്റ്റം ആണെങ്കിലും അതുപോലെ റെസ്പിറേറ്ററി സിസ്റ്റം, GI സിസ്റ്റം, ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് നിങ്ങൾക്ക് പഠിക്കാം. എന്നിട്ട് പഠിക്കുന്നതിനിടയിൽ ഇവിടെ ഒരു നോട്ട് ചെയ്യാം, ഒരു വെള്ള പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിക്കാം, അല്ലേ? ഇപ്പം അങ്ങനത്തെ ഉള്ളതൊക്കെ വന്നിട്ടുണ്ട്. വെള്ള പേപ്പർ വെച്ച് ഒട്ടിക്കാം, അതിനകത്തുള്ള പോയിന്റ്സുകൾ എഴുതി വെക്കാം. അപ്പോൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണം. നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ദിവസം ഒരു 3 മണിക്കൂർ ഇതിനു വേണ്ടി മാറ്റി വെച്ചാലേ ഇതിന് കാര്യമുള്ളൂ. അതുപോലെ വർക്ക് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ദിവസം നിങ്ങൾക്ക് എത്ര സമയം കിട്ടുമോ അത്രയും ഇതിനുവേണ്ടി മാറ്റി വെക്കുക. അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഞാനിവിടെ നേരത്തെ തന്ന് ഓരോ പോയിന്റ് ചെയ്ത്, അതുപോലെ യെല്ലോ പേന കൊണ്ട് വരയിട്ട്, പിന്നെ ആ രീതിയിൽ ചില പോയിന്റ്സുകളൊക്കെ നമ്മൾ എഴുതി വെക്കേണ്ടി വരും. ഇതിനുവേണ്ടി ഇപ്പോൾ സെപ്പറേറ്റ് ബുക്ക്, വേറെ നോട്ട് ബുക്ക് മേടിക്കണമെന്നില്ല. ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് ചെയ്യാം. കാരണം ഇതിനകത്ത് ഗ്യാപ്പുണ്ട്, ഇടയിൽ ഗ്യാപ്പുണ്ട്. അപ്പോൾ ഇതിനകത്ത് തന്നെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് തിയറി പഠിക്കാം. തിയറി 1 മാസം പഠിച്ചിട്ട് ഇതിൻ്റെ തന്നെ MCQ ഉണ്ട്. 1 മാസം MCQ ഡിസ്കഷനും പഠിക്കുക. അപ്പോൾ MCQ ഡിസ്കഷൻ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു MCQ പഠിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ ആ MCQവിൽ തന്നെ പല MCQ അതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്.
അപ്പോൾ അതിൻ്റെ റാഷണലുണ്ട്. പ്രീവിയസ് MCQ ആണെങ്കിൽ അതിൻ്റെ ഡിസ്കഷൻ, ആ ഒരു പ്രീവിയസ് MCQ നേരത്തെ ചോദിച്ചിട്ടുണ്ടെന്ന് ഈ ബുക്കിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇനി തിയറി പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് സോന്തേഴ്സ് എന്നുള്ളൊരു ബുക്കുണ്ട്. അത് സമയമുണ്ടെങ്കിൽ അടുത്ത DHSന് വേണ്ടി പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ആ ബുക്ക് പഠിക്കാം, സോന്തേഴ്സ് പഠിക്കാം. അപ്പോൾ നമ്മൾ ഈ DHS സ്റ്റാഫ് നേഴ്സിന് വേണ്ടി ഈ രീതിയിൽ ഫുള്ള് കവർ ചെയ്തിട്ടാണ് പോകുന്നത്. ഇപ്പം ക്ലാസ്സുകളാണെങ്കിലും ഇപ്പം നിങ്ങൾക്കിത് ഈ ബുക്ക് മേടിച്ച് നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാവുന്നേ ഉള്ളൂ. സോന്തേഴ്സ് മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് തിയറി സ്വന്തമായിട്ട് പഠിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ബുക്ക് നിങ്ങൾക്ക്, ഈ 2 ബുക്ക് നിങ്ങൾക്ക്, 3 ബുക്ക് നിങ്ങൾക്ക് എന്താണ് പറയുക, നോർസെറ്റ് എക്സാമിന് വേണ്ടി മേടിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, നിങ്ങൾ ഓൾറെഡി BSc നഴ്സിങ്ങിനും GNM ഒക്കെ തിയറി പഠിച്ചിട്ടുണ്ട്. ആ നോട്ട് ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എളുപ്പമാണെങ്കിൽ അതിലൂടെ ഒന്ന് പോകാം. നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആദ്യം നിങ്ങൾ 1 മാസം തിയറി പഠിക്കുക, 1 മാസം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുക, പിന്നെ അത് റിപ്പീറ്റ് ചെയ്യുക. റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്ത് കാര്യം നമ്മൾ പഠിച്ചാലും ആ റിവിഷൻ, ആ ഒരു എക്സാമിന് വേണ്ടി റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ മനസ്സിലാക്കുക. ഏത് കാര്യമാണെങ്കിലും റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാനിവിടെ ലാസ്റ്റായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളും ഈ PR യാദവിൻ്റെ ബുക്ക്, അതുപോലെ ടാർജറ്റ് ഹൈ, ഈ പുതിയത് ടാർജറ്റ് ഹൈ നിങ്ങളുടെ കയ്യിലുള്ളൂ. PR യാദവ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ ബുക്ക് മേടിക്കേണ്ട ആവശ്യമില്ല. PR യാദവിലാണ് എയിംസിൻ്റെ ഫുള്ളായിട്ട് അതേപോലെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇനി നിങ്ങളുടെ ഈ ടാർജറ്റ് ഹൈ ഉള്ളെങ്കിൽ അതിനുവേണ്ടി PR യാദവ് മേടിക്കണമെന്നില്ല. നിങ്ങൾക്ക് ടാർജറ്റ് ഹൈ തന്നെ പഠിച്ച് മുന്നോട്ട് പോകാം. അതുപോലെ സോന്തേഴ്സിൻ്റെ ബുക്കിലുള്ള ഹാർട്ടിൻ്റെ അനാട്ടമി, നെർവസ് സിസ്റ്റം അനാട്ടമി, റെസ്പിറേറ്ററി സിസ്റ്റം അനാട്ടമി, ഈ ഒരു 3 GI സിസ്റ്റം, ഈ 4 സിസ്റ്റം നിങ്ങൾ കംപ്ലീറ്റ് കവർ ചെയ്യുക. അതുപോലെ തന്നെ റിസർച്ച് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് എക്സാമിനും ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രശ്നമാണ്. സോ നമ്മുടെ ക്ലാസ്സുകൾ നേഴ്സ്കിൻ ആപ്പിൽ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, വേറെ ടീച്ചേഴ്സും ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ ഈ തിയറി വളരെയധികം തിയറിയാണ് ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തിയറി കഴിഞ്ഞിട്ടാണ് റെയർ ക്വസ്റ്റ്യൻ, പ്രീവിയസ് MCQ ഡിസ്കഷനൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താഴെ വന്നിട്ട് ജോയിൻ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഈ പഠിക്കുന്നതിനിടയിൽ ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുക്കുക. ആ സമയത്ത് ഒരു മെഡിറ്റേഷൻ, ഒരു ഡീപ് ബ്രീത്തിങ് ഒക്കെ, റിലാക്സേഷൻ ടെക്നിക്കൊക്കെ ചെയ്യാവുന്നതാണ്. കാരണം ഈ പഠനം എന്നുള്ളത് നമുക്ക് ആ ഒരു സമയത്ത് എക്സാമിന് പോകുന്ന എത്ര പഠിച്ചാലും ആ ഒരു 1-2 മണിക്കൂറിനുള്ളിൽ നമ്മൾ പേപ്പറിൽ ചെയ്തു വെക്കുന്നതാണ്. അപ്പോൾ ഓരോ പഠിക്കുന്ന സമയത്തും റിലാക്സേഷൻ എടുക്കാൻ ശ്രദ്ധിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക, ചെറിയ വ്യായാമങ്ങളൊക്കെ ചെയ്യുക. അപ്പം ഭക്ഷണം ക്രമീകരണം ഒക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ, നേഴ്സസ് ആണല്ലോ നിങ്ങൾ. പിന്നെ ഇടയ്ക്ക് നമ്മളൊരു സിപ്പ് ഓഫ് വാട്ടർ കുടിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഹെൽത്തും എല്ലാം പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് പഠിക്കുക. DHS അതുപോലെ നേഴ്സിംഗ് നോർസെറ്റ് എക്സാം ഒക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂടുതലൊന്നും ഈ വീഡിയോയിൽ പറയുന്നില്ല, കാരണം വീഡിയോ വല്ലാണ്ട് ലെങ്തായി പോകും. ഞാനൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ 8 മിനിറ്റ് ഉള്ള വീഡിയോകളാണ് നിങ്ങൾക്ക് കൂടുതലും തരുന്നത്. അതൊന്നുകൊണ്ടുമല്ല, നിങ്ങൾക്ക് ഒരുപാട് പഠിച്ച് അതിൻ്റെ പിന്നെ സമയം മനസ്സിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് ആ ഒരു ബുദ്ധിമുട്ടുകൾ. അപ്പോൾ നമ്മുടെ നേഴ്സ്കിൻ ആപ്പിലുള്ള 1 hour അല്ലെങ്കിൽ 45 minutes ഉള്ള ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. അപ്പോൾ ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി എൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാവുന്നതാണ്. ഈ ഒരു ബുക്ക് വെച്ചിട്ട്, അല്ലെങ്കിൽ ടാർജറ്റ് ഹൈ ബുക്ക് വെച്ചിട്ട്, അല്ലെങ്കിൽ സോന്തേഴ്സിൻ്റെ ബുക്ക് വെച്ച് നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാവുന്നതാണ് എന്നുള്ള കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഇനി നിങ്ങൾക്കൊരു ഗൈഡൻസ് വേണം, ഒരു ക്ലാസ്സുകൾ എക്സ്ട്രാ വേണമെങ്കിൽ നമ്മളെ ക്ലാസ്സുകൾ ജോയിൻ ചെയ്യാം. എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്കൊന്ന് നമ്പറിലൊന്ന് വിളിക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. വരുന്ന ഗവൺമെൻറ് എക്സാംസ്, എയിംസ്, നോർസെറ്റ്, അതുപോലെ DHS സ്റ്റാഫ് നേഴ്സ്, നഴ്സിംഗ് ട്യൂട്ടർ, ഇതിലേതെങ്കിലും ഒരു എക്സാം, ഒരു ഗവൺമെൻറ് ജോലി നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നമ്മുടെ ഈ ചാനൽ കാണുന്നവർ കഴിയുമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക, ഒരു ലൈക്കും കൂടെ ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോ പുതിയ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് നോക്കുക. താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ safe and comfortable, healthy day and coming year life. Thank you.